കൊല്ലത്ത് ബൈക്കിടിച്ച് 2 മരണം. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഗോവിന്ദദാസ്, രാമൻകുളങ്ങൽ സ്വദേശി അനൂപ് എന്നിവരാണ് മരിച്ചത്. ഒരാളുടെ നില ഗുരുതരമാണ്. അനൂപ് ഓടിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് കാൽനട യാത്രികരെ ഇടിക്കുകയായിരുന്നു. ഗുരുതരാവസ്ഥയിൽ എത്തിച്ചിട്ടും വേണ്ട ചികിത്സ നൽകിയില്ലെന്നാരോപിച്ച് മരിച്ച അനൂപിന്റെ സുഹൃത്തുക്കൾ ജില്ലാ ആശുപത്രിയിൽ ബഹളമുണ്ടാക്കി. ആശുപത്രിയുടെ ചില്ല് അടിച്ചു തകർത്തു. വനിതാ ജീവനക്കാരിയായ ഷീലാകുമാരിക്ക് പരിക്കേറ്റു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു. വിനീഷ്, ഈ അനൂപിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അനൂപിന്റെ മരണം അതിനുശേഷം ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ വളരെ ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. വേണ്ട രീതിയിലുള്ള ചികിത്സ ലഭിച്ചില്ലെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ ഒരു കൂട്ടം ആളുകൾ പ്രശ്നമുണ്ടാക്കുന്നു, ആശുപത്രി അടിച്ചു തകർക്കുന്നു. ഈ സംഭവത്തിൽ എന്താണ് പോലീസ് പറയുന്നത്, ആശുപത്രി അധികൃതർ പറയുന്നത്? സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. രാമംകുളങ്ങര സ്വദേശിയായ അനൂപാണ് വാഹനം ഓടിച്ചത്. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ അച്ഛനും മകനും ഇവർ മത്സ്യബന്ധന ബോട്ടിൽ ജോലിക്ക് പോകുന്നവരാണ്. ഇവർ രാത്രിയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ട് തിരികെ ഇവരുടെ റൂമിലേക്ക് നടന്നു വരുന്ന വഴിയാണ് അനൂപ് അമിത വേഗതയിൽ ബുള്ളറ്റിൽ എത്തിയത്. ബുള്ളറ്റിലെത്തുകയും ഇരുവരെയും ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇടിയുടെ ആഘാതത്തിൽ തന്നെ രണ്ടുപേരും 2 ഭാഗത്തായിട്ട് ചിതറി വീഴുകയും ചെയ്തു. അങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് സമീപത്തുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇങ്ങനെ ഇടിച്ചു കയറിയപ്പോൾ തന്നെ അനൂപിന്റെ തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റു. തല 2ആയിട്ട് അത്തരത്തിലേക്കാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബ്ലഡ് വാർന്ന് ഒഴുകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ അനൂപ് ഒറ്റയ്ക്കായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. അനൂപിന്റെ സുഹൃത്തുക്കൾ കുറച്ച് പേർ തൊട്ട് പിന്നിൽ ബൈക്കിലായിട്ട് വരുന്നുണ്ടായിരുന്നു. അവരോടൊപ്പം തന്നെ വാഹനം നിർത്തുകയും അനൂപിനെ പെട്ടെന്ന് തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ സ്ട്രെച്ചറിൽ ആശുപത്രിക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. അപ്പോൾ നിലവിൽ നമുക്കറിയാം, ആശുപത്രിക്കുള്ളിലേക്ക് എത്തിച്ചപ്പോൾ അവിടെ മറ്റു രോഗികൾ ഉണ്ടായിരുന്നു, സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതൊരു സ്പെഷ്യൽ റൂമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചികിത്സ ലഭ്യമായില്ല എന്നാരോപിച്ചായിരുന്നു ഈ അനൂപിൻ്റെ സുഹൃത്തുക്കൾ ബഹളമുണ്ടാക്കിയത്. ഈ ബഹളം വലിയൊരു അക്രമത്തിലേക്ക് നയിച്ചു. അറിയാം, അനൂപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അനൂപ് ഇങ്ങനെ അപകടം പറ്റുന്നു, അനൂപിനെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു, എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാകുക എന്നുള്ള ഒരു അനൂപിൻ്റെ സുഹൃത്തുക്കൾക്കുണ്ട്. എല്ലാം സംഭവം ശരിയാണ്. പക്ഷേ എന്നാലും ചില ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട്. അതൊന്നും തന്നെ പാലിക്കാൻ തയ്യാറായില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്തായാലും വലിയൊരു അക്രമ സംഭവത്തിലേക്ക് തന്നെ ഈ ഒരു സംഭവം വഴിവെച്ചിട്ടും ആശുപത്രിയുടെ ചില്ലുകൾ അടിച്ചു തകർത്തു. ആശുപത്രി ജീവനക്കാരെ ഇവർ കയ്യേറ്റം ചെയ്തു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷമാണ് അനൂപിനെ സ്ട്രെച്ചറിൽ തന്നെ ഈ സുഹൃത്തുക്കൾ അവിടെ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ജീവൻ രക്ഷിക്കുക എന്നുള്ളൊരു വലിയൊരു ആവശ്യമായിട്ട് തന്നെയാണ്. പക്ഷേ അവിടെയും സമാനമായ രീതിയിൽ ചില അക്രമങ്ങൾ ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? എത്ര വീഴ്ച ഉണ്ടായാലും ഈ ആശുപത്രിയിൽ ഈ രീതിയിൽ പ്രകോപനം സൃഷ്ടിക്കുക, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം തന്നെയാണ്. പോലീസ് എന്ത് നടപടിയാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് 8 പേർക്കെതിരെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ പ്രതികളെല്ലാം തന്നെ എല്ലാവരും ഒളിവിലാണ്. ആരെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. കണ്ടാൽ അറിയാവുന്ന 8 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അന്വേഷണം നടന്നു വരുന്നുണ്ട്. അനൂപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചില ജീവനക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഒരു വനിതാ ജീവനക്കാരിക്ക് പരിക്കേറ്റിട്ടുണ്ട്, മൂക്കിന് പരിക്കേറ്റിട്ടുണ്ട്. ഇവരും പറയുന്നത് അങ്ങനെയാണ്. കാരണം തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റാണ് അനൂപിനെ അവിടെ കൊണ്ടുവന്നത്. കൃത്യമായിട്ട് ഒന്ന് ചികിത്സിക്കാൻ പോലുമുള്ള ഒരു സാവകാശം കൂടെ നൽകിയില്ല എന്നാണ് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവർ പ്രകോപിതരാകുകയായിരുന്നു. എത്രയും പെട്ടെന്ന് പരിശോധിക്കുക എന്നുള്ളൊരു ആവശ്യം അവരിങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നു. എന്തായാലും ഈ ആശുപത്രിക്കുള്ളിലേക്ക് ഒരു സംഘം ആൾക്കാർ തള്ളിക്കയറി വന്നപ്പോൾ തന്നെ അവിടെ നിന്ന് മാറാൻ പറഞ്ഞു. ഇതെല്ലാം തന്നെ വലിയൊരു പ്രകോപനത്തിലേക്ക് വഴിവെച്ചു എന്നൊക്കെയാണ് അറിയുന്നത്. എന്തായാലും ഈ കൂടെ വന്നവർ ഈ അനൂപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഇത്തരത്തിലൊരു അക്രമ സംഭവം നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ ഈസ്റ്റ് പോലീസ് നടത്തുന്നുണ്ട്. വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് ബൈക്ക് ഇടിച്ച്
2 പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഗോവിന്ദദാസ്, രാമൻകുളങ്ങൽ സ്വദേശി അനൂപ് എന്നിവരാണ് മരിച്ചത്. ഈ അനൂപ് ഓടിച്ച വാഹനം, ബൈക്ക്, മറ്റ് യാത്രക്കാരെ ഇടിക്കുകയായിരുന്നു. അനൂപിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ എത്തിച്ച അനൂപിനെ ചികിത്സിക്കാൻ വൈകി, ചികിത്സ നിഷേധിച്ചു എന്ന് പറഞ്ഞ് ഇയാളുടെ സുഹൃത്തുക്കൾ ആശുപത്രിയിൽ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ആശുപത്രിയുടെ ചില്ല് അടിച്ചു തകർത്തു. 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്.